So next question. See, highest enol content will be shown by. അപ്പൊ ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇനോൾ കണ്ടന്റ് കാണിക്കുന്നത്? നമുക്കറിയാം ഇത് ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം GOCയിൽ പെടുന്നതാണിത് അല്ലേ. ഇപ്പൊ GOCയിൽ തന്നെ ഏത് സബ് ടോപ്പിക് ആണെന്ന് ചോദിച്ചാൽ ടോട്ടോമറിസം അല്ലെ ഐസോമറിസം എന്ന പാർട്ടിലാണ് ഇയാളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ എവിടെയാണ്? അപ്പൊ എല്ലാവരും നമ്മൾ നോക്കിയാൽ കീറ്റോഫോം ആണ്. നോർമലി നിങ്ങൾക്കറിയാം കീറ്റോഫോം ഇസ് മോർ സ്റ്റേബിൾ, അല്ലെങ്കിൽ അതിന് കാരണമായ അല്ലെങ്കിൽ ഇനോൾ ഫോം സ്റ്റേബിൾ ആകണമെങ്കിൽ അയാളെ സ്റ്റെബിലൈസ് ചെയ്യുന്ന വളരെ ഉയർന്ന ഫാക്ടേഴ്സ് ആയിട്ടുള്ള റെസണൻസോ ആരോമാറ്റിസിറ്റിയോ അവിടെ പ്ലേ ചെയ്യണം. അപ്പൊ നമുക്ക് ഓരോ കേസിലെയും അവരുടെ ഇനോൾ കണ്ടന്റ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ ആദ്യത്തെ കേസ്, സോ ഫസ്റ്റ് കേസ് ലെറ്റ്സ് തിങ്ക് അയാളുടെ ഇനോൾ. അപ്പൊ ഒന്നാമത്തെ കേസിലെ ഇനോൾ നമ്മൾ നോക്കുകയാണ്. സോ വെനോവർ വി ആർ ഡ്രോയിങ് നോക്കണം, ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുകയാണ്. അപ്പൊ ഇവിടെ ഇയാളുടെ ഇനോൾ കണ്ടന്റ് വി ഹാവ് എ ഡബിൾ ബോണ്ട് ആൻഡ് ഹിയർ വി ഹാവ് OH. അതുപോലെ ഹിയർ ഡബിൾ ബോണ്ട്, ഹിയർ വി ഹാവ് OH. അപ്പൊ ഇതില് കോൺജുഗേഷൻ ഉണ്ട്, എന്തായാലും ഇത് ഇനോൾ കണ്ടന്റ് ആണ്. അപ്പൊ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ആളിലേക്ക് ഒന്ന് പോകാം. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഇതേപോലെ എത്ര OH ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 2 OH ഉള്ളൂ. എന്നാൽ ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്കറിയാം അവിടെ എത്ര കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്? 3 കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എത്ര OH ഉണ്ടാവും? 3 OH അവിടെ വരണം അല്ലേ. 3 OH വരണം, 3 ഡബിൾ ബോണ്ടും വരണം. അപ്പൊ അങ്ങനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ സി വി ഹാവ് രണ്ടാമത്തെ ഓപ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനോൾ ഞാൻ വരയ്ക്കുകയാണ്. സി ഹിയർ വി ഹാവ് OH, then double bond. Here we have a OH, then double bond. Here we have a OH, then double bond. അപ്പൊ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഇതൊരു ആരോമാറ്റിക് ആയിട്ടുള്ള ഇനോൾ ആണ് അല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ സാധ്യത നമ്മൾ കാണുന്നത് ഈ ആരോമാറ്റിക് ആയിട്ടുള്ള ഇനോളിനാണ്. അപ്പൊ നമുക്ക് അടുത്ത ഓപ്ഷൻസും പരിശോധിക്കാം. ഓക്കെ, ലെറ്റ്സ് തിങ്ക് ഓഫ് നെക്സ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ വരയ്ക്കുമ്പോൾ മൂന്നാമത്തെ ഓപ്ഷനിൽ നമുക്ക് കിട്ടുന്നത് സി വിൽ ബി ഗെറ്റിംഗ് ഇൻ ദിസ് വേ. ഹിയർ വി ഹാവ് OH ഡബിൾ ആൻഡ് ഹിയർ വി ഹാവ് OH. ഇതാണ് മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിൽ നമുക്ക് കോൺജുഗേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ കോൺജുഗേഷൻ ഉണ്ട്, ബട്ട് നമുക്കറിയാം ആരോമാറ്റിസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് അതിനകത്തില്ല. അപ്പൊ ഇപ്പോഴും നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള വ്യക്തി, ഏറ്റവും കൂടുതൽ ഇനോളായി നിൽക്കുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമേ ഇപ്പം വരെയുള്ളൂ. ഇനി അവസാനത്തെ ഓപ്ഷനിലേക്ക് പോകാം. മക്കളെ, അവസാനത്തെ ഓപ്ഷനിൽ നിങ്ങൾക്കറിയാം ഇവിടെ ഇയാൾക്ക് ഇനോളായി മാറാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഈ പൊസിഷനും ബ്ലോക്കാണ്, അവിടെ ആൽഫ ഹൈഡ്രജൻ അവൈലബിൾ അല്ല. അപ്പൊ പിന്നെ നാലാമത്തെ കേസിൽ സി ഐ ക്യാൻ ജസ്റ്റ് ഡ്രോ. നാലാമത്തേൽ നമുക്ക് കിട്ടുന്നത് ഇപ്രകാരം. സി അയാള് ഡബിൾ ബോണ്ടായിട്ട് അവിടെ തന്നെ ഉണ്ടാവും, അയാൾക്ക് മാറ്റമില്ല. എന്നാൽ ഇവിടെ എന്ത് വരും? OH വരും ആൻഡ് ഡബിൾ ബോണ്ട് ഹിയർ. സിമിലാർലി ഡബിൾ ബോണ്ട് ഹിയർ ആൻഡ് OH ഹിയർ. ഇതാണ് മക്കളെ ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തി ആരാന്ന് നമ്മൾ എവിടെയും അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഡെഫിനറ്റ്ലി വി ക്യാൻ സീ ദാറ്റ് സെക്കൻഡ് ഓപ്ഷനിൽ നമുക്ക് കിട്ടിയത് എന്താണ്? റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആരോമാറ്റിക് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഇനോൾ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇനോൾ കണ്ടന്റ് ആരുടെ കേസിലാണ് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നമ്മുടെ ഓപ്ഷൻ 2 തന്നെയാണ്.